നമസ്കാരം. ഈ ബുദ്ധൻ ലോകത്തിലെ സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഈ ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും നല്ല പ്രാർത്ഥിച്ചു. ഇവിടെ ഒരുപാട് പ്രത്യേകതകളില്ല ഒരു സ്ഥലമാണ്, ഒരുപാട് ആചാരങ്ങളുണ്ട്. ഞങ്ങൾ ആചാരങ്ങളൊന്നുമല്ല, ഞങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഒരു സ്ഥലത്ത് വന്ന് ഫ്രണ്ട്ഷിപ്പൊക്കെ അടിച്ച് പൊളിക്കാനല്ലേ. ഒന്നും മസിൽ പിടിക്കാതെ വർത്തമാനം പറയും അല്ലേ ഷബീർ? എങ്ങനെയുണ്ട് നമ്മളെ ട്രിപ്പ്? നമ്മുടെ ട്രിപ്പ് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് 4 ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഓർമ്മകളായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കും. ഇതിനകത്ത് പൈസ കിട്ടുക. കണ്ടില്ലേ, ഇത് പിന്നെ പ്രേമത്തിന്റെ സിമ്പിളാണ്. കണ്ടില്ലേ, ലവേഴ്സിന്റെ പേരാണ് ഇട്ട് വെച്ചത്. ചിലപ്പം ഞാനത് അതിന് പല കഥകളും ഉണ്ടാക്കും കേട്ടോ.
ഇതെടുത്തിട്ട് പറയും ഇങ്ങനെ ഇതിൽ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ജീവിതം വളരെ ദൃഢമായി തീരുന്നതാണ് ഇവരെ വെറുതെ അടിക്കും. അതൊന്നുമില്ലല്ലോ കമൻറ്റിൽ ഒന്ന് ഇതെല്ലാം പൈസ സമ്പാദിക്കല് മാർഗമാണ് മനസ്സിലാവും. അതല്ല, ഇതൊരു ആചാരമാണ് മനസ്സിലായി. ഇങ്ങനെ ഇങ്ങനെ നിർത്തി മര്യാദ നിർത്തി കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവുന്നില്ല. അത് ആരോടും ചോദിക്കണല്ലോ. നമുക്ക് അവളെ വിളിച്ചാൽ ശരിയാണ്. പിന്നോ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ഫെൻസിന് മാത്രമാണ് ഇപ്പം മിസ് ചെയ്യുന്നത്. ജോലിയുമായി സംബന്ധമായ കാര്യങ്ങൾ കാരണം ഇതുമായിട്ട് കൂടിച്ചേരാൻ പറ്റില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മിസ് ചെയ്യുന്നത്. ഫെൻസിക്ക് ഭയങ്കര മിസ്സായിരിക്കും ഇത്. ഫെൻസിക്ക് വളരെ വലിയ മിസ്സായി. കാരണം ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഓനെ ഞങ്ങളെ കൂട്ടത്തിലെ ഞങ്ങളെ ഒരു സഹോദരനെ പോലെയാണ് ഓനെ. ഈ ഏയാളും ഞങ്ങളൊരു ഫാമിലിയുമായി. ഇവന് തീരാ നഷ്ടമായിരിക്കും ഫെൻസിക്ക്. എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പല്ലേ നമുക്ക് തന്നെ ഈ ഒരു അവസരം. 25 വർഷത്തിന് ഇടയിലാണ് ഈ ഒരു ട്രിപ്പ്, സെക്കൻഡ് ഗാദറിംഗ് അല്ലേ. നമ്മള് SLCന്റെ ഫെയർവെൽ ഡേന്റെ നമ്മൾ തീരുമാനിച്ചാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മൾക്ക് സംഘടിപ്പിക്കണം എന്നുള്ളത്. അത് ഇന്ന് നമുക്ക് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾ 3 വർഷം